സണ്ണി ലിയോൺ. എന്താണ് സാധനം? മനുഷ്യനാ? അന്റെ മൃഗല്ലോ? അന്റെ മനുഷ്യനാ? അല്ല. ഇതെന്ത് സാധനമോ? ഹലോ ഗൈസ്. ഹലോ അങ്ങനെ പറയാം. നമ്മളല്ലേ അങ്ങനെ ഹലോ ഗൈസ് ഒന്നും ആരും പറയുന്നില്ല. ഇപ്പൊ കൊല മാറിയല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ പറയാം. നിങ്ങൾ സാധനം വിചാരിച്ച, ഞാനൊരു സാധനം വിചാരിച്ചു. അപ്പൊ ഞാൻ നിങ്ങളോട് വ്യത്യസ്ത ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും. അപ്പൊ നിങ്ങള് അതിന് സാമ്യത ആ സംഭവം അങ്ങനെ വിചാരിക്കാം. എക്സാമ്പിൾ ആയിട്ട് മരം വിചാരിക്കും. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോ ഒരു മൃഗം വിചാരിക്കല്. അപ്പൊ ചിന്നോട് ചോദിക്കും അതിന് കണ്ണുണ്ടോ? കണ്ണുണ്ട്. കവിളൊക്കെ ഉണ്ടോ? കവിളൊക്കെ ഉണ്ട്. വട്ടത്തിലാണ്. നല്ലോണം ശബ്ദിക്കുവോ? ശബ്ദിക്കും. ദേഷ്യം വന്നാൽ നല്ല അലറും. അപ്പൊ അല്ലല്ല, ഐഷ സെൽവ എന്ന് പറയുന്ന മൃഗത്തെ കുറിച്ച് അറിയാൻ പറയും. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ? ഇതാണ് വീഡിയോ. അപ്പൊ കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. വീഡിയോ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഞാൻ തുടങ്ങാം. എന്ത് എന്നാ പറയും? തുടങ്ങട്ടെ ഗൈസ്. ആദ്യം വിചാരിക്കാം. അത് വിചാരിച്ച് ഞാൻ പറയിപ്പിക്കണ്ടേ? വിചാരിക്കോ? ജീവനുള്ള സാധനമാണ്. അങ്ങനെയാണ് ഞാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ട് ഒരാൾക്കാണ്. ജീവനുള്ള സാധനമാണോ? മനുഷ്യനാണോ? മനുഷ്യനാണോ? അല്ല. നിന്നോട് ചോദിച്ചു. പെണ്ണാണോ? ആണോ? ആകെ പറയാൻ പറ്റുമോ? ചോദിക്കേ വേഗോ. പെണ്ണാണോ? ആണാണോ? ഞാൻ മനുഷ്യനല്ലാന്നല്ല പറഞ്ഞേ. പിന്നെ അതിന് പെണ്ണു കാണൊക്കെ. മൃഗാണോന്ന് ചോദിച്ചാ മൃഗല്ല. അല്ല. പക്ഷിയാണോ? പക്ഷിയാണ്. പക്ഷിനെ കളിക്കാനും പോയില്ല. നല്ല സെലിബ്രേറ്റ് ആയ ഒരാളാണ്. നല്ല സെലിബ്രേറ്റ് ചെയ്ത് നല്ല അറിയപ്പെടുന്ന അങ്ങനത്തെ ആളാണ്. ചോദിക്ക് വേഗോ. വലിയ പക്ഷിയാണോ? വലുതുണ്ടോ ചെറുതുണ്ടോ? ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. നല്ല വലിപ്പുണ്ടോ? പക്ഷിയല്ലേ? ചോദിക്ക്. സിനിമാ മേഖലയിലാണ്. എനിക്കറിയില്ല. അത് സിനിമാ മേഖലയിലാണോ ചേച്ചി? ഓക്കെ. ഈ പക്ഷികൾ കൂടുതൽ എവിടെ കാണപ്പെടുന്നത്? ഒരുപാട് അവൈലബിൾ ആണ്. എല്ലാ സ്ഥലങ്ങളിലൊന്നും ഇല്ല. കൂടുതൽ എവിടെ കാണപ്പെടും? കൂടുതൽ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ. സത്യമാണ്. മഞ്ഞുള്ള പ്രദേശത്താ കൂടുതൽ ഉണ്ടാവില്ല. അല്ലേ? ആണല്ലേ? എന്തെങ്കിലും ഓളെ ചിന്ത എത്രത്തോളം പോകുന്നത് എനിക്കറിയാം. പക്ഷെ ഞാൻ ചിന്തിച്ച കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാ. കാരണം ഓക്കെ അറിയാതെ അത്രക്കും സിമ്പിളാ. ഞാൻ പറയില്ല. മമ്മൂട്ടിയല്ല. കാരണം ഒക്കെ അറിയാം. സിനിമാ മേഖലയിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ആരാണ്? ഫഹദ് ഫാസിൽ. എനിക്കറിയാം. സിനിമാ മേഖല എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഫഹദ് ഫാസിലിനെ പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചു. വിചാരിച്ചോ? ഞാൻ വിചാരിച്ചു. ഞാൻ ചോദിക്കണ്ടേ? ജീവനുള്ള സാധനം അല്ല. ജീവണ്ട്. ഓക്കെ. എന്താണ് സാധനം? പെണ്ണുകളാണോ? അല്ല. മൃഗ? അല്ലല്ല. മനുഷ്യനാ? അന്റതോ? മൃഗല്ല. മനുഷ്യനാ? അന്റെ മൃഗല്ലോ? അന്റെ മനുഷ്യനാ? അല്ല. ഇതെന്ത് സാധനമോ? ഒരു ജന്തുവാ? ജീവനുള്ള സാധനല്ല. സാധനം ജീവണ്ട്. നമ്മളെ ഈ ലോകത്തെ എല്ലാ സാധനങ്ങൾക്കും ജീവൻ. ഇത് വേറെന്തോ ഉദ്ദേശിച്ചു. വലിയ പൊട്ടക്കൈലോ തള്ളക്കൈലോ കഴിക്കാൻ എനിക്ക് മാറും. അത് പറ്റൂല. കഴിച്ചോ? അങ്ങനത്തെ പറ്റൂല.
കിച്ചണിലുള്ള സാധനം അല്ല. ജീവനുള്ള സാധനമാണ്. പക്ഷെ മനുഷ്യനും മൃഗമൊന്നുമല്ല. പക്ഷിയല്ല. നിങ്ങൾ സിനിമ നടന വണ്ടി കൂടെ ജീവനി. നിങ്ങൾ സിനിമ നടന ഇൻഫ്ലുവൻസേഴ്സാ? ഫേമസ് ആയ ആളാണ്. ഇൻഫ്ലുവൻസറാ? ഫേമസ് ആയ നമുക്കല്ല അറിയുന്ന ആളാ? ഞാനാ നിങ്ങളാ? ഇൻഫ്ലുവൻസർ അല്ലേ? ഇൻഫ്ലുവൻസർ മെസ്സിയാ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എങ്ങനത്തെ സാധനത്തിൽ എന്തെങ്കിലും പറഞ്ഞോ? ജീവള്ളല്ല. ജീവള്ളാണ്. പക്ഷെ പക്ഷി മൃഗം അങ്ങനത്തെ ജീവള്ളല്ല. സസ്യഗണത്തിൽ പെട്ടതാണ്. സസ്യഗണത്തിൽ ജീവല്ലേ? അത് നമുക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ? ഫ്രൂട്ട് എന്തെങ്കിലും തരുമോ? ഇല്ല. എന്തെങ്കിലും ഔഷധമാണ്? അല്ല. അതുകൊണ്ടുള്ള ഗുണം എന്താ? പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. പക്ഷെ അതിന് വിശേഷമാണ്. നിങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ? ഇത് കണ്ടുപിടിക്കില്ല. ഇതെവിടെ കൂടുതൽ കാണപ്പെടുന്നത്? കാട്ടിലുണ്ടാവും. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ട സാധനം ചോദിക്കാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല. അല്ല, ഇങ്ങനത്തെ പറയും. സിനിമ പറഞ്ഞില്ലേ? ഇല്ലാത്തതാണ്. സിനിമ നടനാണോ ചോദിച്ചത്? സിനിമ നടനല്ല. വല്ലാത്ത ആൾക്കാർ എനിക്കറിയില്ല. അപ്പൊ പറ്റൂലോ. എനിക്ക് സിനിമ മേഖലയിലുള്ള വേറെ ആൾക്കാരൊന്നും എനിക്ക് പറയാത്ത കാരണം കാട്ടിലുള്ള സാധനം എനിക്ക് അറിയില്ല. അതോ അങ്ങനെയല്ല. നടനില്ലാത്ത ആൾക്കാരെ എനിക്കറിയില്ല. നടിയാണോ? ഇങ്ങനെ പറ. എന്താ ഉദ്ദേശിച്ചേ? നല്ല പോപ്പുലർ ആയിട്ട് അറിയണം. കൊറേ ഫിലിമുകളുണ്ടോ? ഇത് കാട്ടില് നമ്മളവിടെ അടുത്തോടെങ്കിലും കാട്ടില്ല. അതോ നല്ല പോപ്പുലർ ആയിട്ട് അയാൾ നടിന്റെ പടുത്തിറങ്ങിയ ഫിലിം അറിഞ്ഞോ? പഴയ കാല നടിയാണോ? മഞ്ജു വാര്യർ? നല്ല സ്മെല്ല് ഉണ്ടാവും. ചന്ദനം? കാവ്യ മാധവൻ? എനിക്കൊക്കെ അറിയണ ആളെന്നെ. ഹലോ ജെമിനി, കാട്ടിലുള്ള നല്ല സ്മെല്ലുള്ള സസ്യം ഏതാണ്? എന്റെ വൈഫ് ചോദിച്ച ചോദ്യമാണ്. കാട്ടിൽ വല്ലാതെ അവൈലബിൾ അല്ല, നല്ല സ്മെല്ലുള്ള ഒരു സസ്യമാണോ അല്ലെ? അത് ഏതാണ്? കാട്ടുഗന്ധരാജന, ഇരുവേലിയ, കാട്ടുനാരകം? എനിക്ക് പോലും അറിയില്ല. അല്ല ജെമിനി, ഇതൊന്നുമല്ല. എന്തോ അനുഭവത്തിൽ ചോദിച്ചു. ഞാൻ മലയാള ഫിലിം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാൻ എപ്പോഴാ പറഞ്ഞു? ഈ മലയാളത്തിൽ ഓരോരുത്തർ പേര് ചോദിച്ചില്ല. മലയാള സിനിമ നടി പറഞ്ഞിട്ട് കാര്യമില്ല. കാട്ടിലുള്ള ഒരു സസ്യമാണ്, നല്ല സുഗന്ധമുള്ളതാണ്, ഒരു ഫ്ലവർ ആണ്. ഇതെന്താണ്? ചെമ്പകം? ഇതൊന്നുമല്ല. നമ്മുടെ നാട്ടിൻപുറത്ത് സാധാരണ കാണാൻ കഴിയൂല, എന്നാൽ കാട്ടിൽ കാണും എന്നാണ് ഇവൾ പറയുന്നത്. നല്ല സ്മെല്ലുള്ള ഫ്ലവർ ആണോ അല്ലെ? ജാസ്മിൻ? അതല്ല. ഏത് ഇൻഡസ്ട്രി ഉള്ളതാ? തമിഴ് ഇൻഡസ്ട്രി ഉള്ളതാണ്? അല്ല, മലയാളത്തിൽ അഭിനയിച്ചേ. പക്ഷെ മലയാള നടിയല്ല. മലയാള നടിയല്ല. ബോളിവുഡില് അത്യാവശ്യം അഭിനയിച്ചേ. മെയിൻ ക്യാരക്ടർ ബോളിവുഡാണ്. അത് തമിഴ് കേൾക്കുമ്പോ പറയില്ലേ? തമിഴ്നാട്ടിലും തമിഴിലല്ലേ? അറിയില്ലേ? ഇനി വേറൊരു ക്ലൂ കൂടി തരാം. ഞാൻ സുഗന്ധം എന്ന് പറഞ്ഞെങ്കിലും അത് നല്ല സ്മെല്ലാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കണ്ടുപിടിച്ചില്ല. ഇതിന് വലിയ തോന്നി കൊടുക്കാറില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പൂവാണ്. അത് സെർച്ച് ചെയ്യാൻ എന്താ അതിന്റെ അർത്ഥം? അതുപോലും അറിയില്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ പൂവാണ്. അല്ല ജെമിനി, ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് ഏതാണ്? റഫ്ലേഷ്യ ആർനോൾഡി.
നിങ്ങൾ ചോദിച്ചേട്ടോ. റഫ്ലേഷ്യ റഫ്ലേഷ്യ എന്ന് പറഞ്ഞാൽ മതി. ആർണോൾഡി ആർണോൾഡി റഫ്ലേഷ്യ എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ചോദിച്ച ചോദ്യം കേട്ടോ. റഫ്ലേഷ്യ എല്ലാവർക്കും അറിയണല്ലേ? ഞാൻ എല്ലാവർക്കും അറിയും. എല്ലാത്തിനും ചോദ്യം കിട്ടരുത് എന്ന് വിചാരിച്ച് മാത്രം ചോദിച്ചു. വടക്കമ്മലെ ചോദ്യം ആയിക്കോട്ടോ. ഈ ചോദ്യത്തിന് തനക്ക് വെച്ച് കൂടുതലിരിക്കാൻ വേണ്ടി ഇമ്മാരത്തെ ചോദ്യം കൊണ്ടൊക്കെ വരണം. വീഡിയോ നിർത്തി വീഡിയോ അവസാനിപ്പിച്ചു. ഇങ്ങനത്തെ പരിപാടി കൊണ്ട് വീഡിയോ ഓക്കെ. ഫസ്റ്റിലെ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ കിട്ടി. അതിനെ കൂടെ കണ്ടെത്തിയ വഴിയാണ് റഫ്ലേഷ്യ. ഓക്കെ ബൈ ടാറ്റ. നോളജ് കിട്ടിയില്ലേ? കിട്ടി.